ഹലോ എവരിവൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ 10th CBSE ഫസ്റ്റ് ടേം എക്സാം സെപ്റ്റംബറിൽ നടക്കാൻ പോകണല്ലേ. ആൻഡ് നിങ്ങൾ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല മാഷെ, പഠിച്ച് തുടങ്ങിയിട്ടില്ല, ചാപ്റ്റേഴ്സ് ഒന്നും തലയിൽ നിൽക്കുന്നില്ല. അങ്ങനെയാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ വിത്തിൻ വൺ അവർ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. എല്ലാ ടോപ്പിക്സും നമ്മൾ റിയൽ നമ്പേഴ്സിലുള്ള എല്ലാ ടോപ്പിക്സും വിത്തിൻ 1 അവർ നമ്മൾ കവർ ചെയ്തിരിക്കും. ആൻഡ് നിങ്ങൾക്കൊരു 1 അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ റിയൽ നമ്പേഴ്സാണ് വെച്ച് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കുറച്ച് നമ്പേഴ്സ് അറിയാം അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, ഓൾ നമ്പേഴ്സ്. ഓക്കെ, ഇത് ബേസിക്സ് ആണ്. ആൻഡ് ഇത് അറിയുന്നവരുണ്ടെങ്കിൽ അവർ കേട്ടിരിക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 അങ്ങനെ എണ്ണി പോകുന്ന നമ്പേഴ്സ്, നമുക്ക് എണ്ണാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഈവൻ നമ്പേഴ്സ് എന്താണ്? 2 4 6 8 ഇരട്ട സംഖ്യകളാണ് ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് 3 5 7 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് എന്ത്? ഓഡ് നമ്പേഴ്സ്. 3 5 7 9 11 13 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ്. ആൻഡ് ഇൻറ്റീജേഴ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് കാണാം? 1 2 3 അങ്ങനെ പോകുന്ന നാച്ചുറൽ നമ്പേഴ്സ് കാണാം, പ്ലസ് 0 കാണാം. ആൻഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടി അവിടെ കാണാം. -1 -2 -3 -4 അങ്ങനെ ∞ വരെ നമുക്ക് ഇങ്ങനെ എണ്ണി പോകാൻ പറ്റുന്ന നമ്പേഴ്സുകൾ ഇൻറ്റീജേഴ്സിൽ കാണാം. ഓക്കെ, ആൻഡ് അടുത്തത് ഓൾ നമ്പേഴ്സ് ആണ് അല്ലേ. ഓൾ നമ്പേഴ്സ് വരുന്ന സമയത്ത് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, പ്ലസ് 0 1 2 3 4 5 അങ്ങനെ പോകുന്നതാണ് ഓൾ നമ്പേഴ്സ്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, ഓൾ നമ്പേഴ്സ്, ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട 2 നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്പേഴ്സ് വിച്ച് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്. എന്താണ്? നമ്പേഴ്സ് വിച്ച് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്. മക്കളെ, നമുക്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് അറിയാം. ഞാനിപ്പോൾ 4 എന്ന് പറയുന്ന നമ്പറിനെ 4 എന്ന് പറയുന്ന നമ്പറിനെ 4 = 2 × 2 എന്ന് എഴുതാൽ എനിക്ക് 4 = 2 × 2 ആണ്. ആൻഡ് 2 and 2 ആർ ഫാക്ടേഴ്സ് ഓഫ് 4. 6 എന്ന് പറയുന്നത് 3 × 2 ആണ്. അങ്ങനെയാണെങ്കിൽ 3 and 2 ആർ ഫാക്ടേഴ്സ് ഓഫ് 6. ഓക്കെ, പക്ഷേ പ്രൈം നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്, അതിന് 2 ഫാക്ടേഴ്സ് മാത്രമേ പാടുള്ളൂ. ഇവിടെ 6നെ ഞാൻ 3 × 2 എന്ന് എഴുതി. ആൻഡ് 3 × 2 എഴുതുമ്പോൾ എനിക്ക് 2 ഫാക്ടേഴ്സ് കിട്ടി. പക്ഷേ 6ന് 3ഉം 2ഉം മാത്രമാണ് ഫാക്ടേഴ്സ് വരുന്നത്. 1 × 6 എന്ന് എഴുതാം എനിക്ക് അല്ലേ. അപ്പോൾ ടോട്ടൽ 4 ഫാക്ടേഴ്സ് 6ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും എന്തല്ല? പ്രൈം നമ്പേഴ്സ് അല്ല. പ്രൈം നമ്പേഴ്സ് ആരാണ്? വിച്ച് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ് ആൻഡ് 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ആ നമ്പറിന് 1ഉം ആ നമ്പറും മാത്രമാണ് പ്രൈം നമ്പേഴ്സിൽ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, സോ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2 3 5 7 11 അങ്ങനെ എണ്ണി പോകാൻ പറ്റുന്ന നമ്പേഴ്സ് ആണെന്ത്? പ്രൈം നമ്പേഴ്സ്. 2 3 5 7 11. 2നെ നമുക്ക് ആകെ 2 × 1 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. 3 നോക്കിക്കഴിഞ്ഞാൽ 3 × 1 അല്ലേ. പക്ഷെ മറിച്ച് ഞാൻ ഇതിനെ 1 × 2 എന്ന് എഴുതി. ഇത് 4 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയരുത്. 2 × 1ഉം 1 × 2 ഒക്കെ കണക്കാണ് അല്ലേ. ഇവിടെ 2 ഉണ്ട്, 1 ഉണ്ട്, ആകെ 2 ഫാക്ടേഴ്സ് തന്നെയാണ്. അത് തലതിരിച്ചിട്ട് കഴിഞ്ഞാലും അവിടെ 2ഉം 1ഉം തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ 2 ഫാക്ടേഴ്സ് മാത്രം വരുന്ന നമ്പേഴ്സ് ആണ് എന്താ? പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ആൻഡ് കോമ്പോസിറ്റ് നമ്പറിലേക്ക് വരുന്ന സമയത്ത് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ്? ദ നമ്പർ വിച്ച് ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. നമ്മൾ പ്രൈം നമ്പേഴ്സ് പറഞ്ഞ സമയത്ത് അവിടെ എന്താണ്? പ്രൈം നമ്പർ പറഞ്ഞ സമയത്ത് അവിടെ ഓൺലി 2 ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുന്നത്. എന്നാൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്ന സമയത്ത് ദ നമ്പർ വിച്ച് ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. 6 എടുത്ത് നോക്കി. ഞാൻ നേരത്തെ 6 എന്താണെന്ന് പറഞ്ഞു. 6 2 × 3 അല്ലെങ്കിൽ 1 × 6 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ 4 ഫാക്ടേഴ്സുകൾ എനിക്ക് വന്നു. 4 ഫാക്ടറുകൾ. 4 ഫാക്ടേഴ്സ് ആർ ദെയർ ഫോർ 6. സോ ദ നമ്പർ വിച്ച് ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായി, കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് തിയറം വരാൻ പോവാണ്. നിങ്ങളുടെ ഫസ്റ്റ് തിയറം, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്. അപ്പോൾ ഇതാ നോക്കിക്കോ. അപ്പോൾ ഇതാ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്. Every composite number can be expressed as a product of primes, and this factorization is unique apart from the order in which the prime factors occur. Okay, അപ്പോൾ every composite number can be expressed as a product of primes. ഓക്കെ, നമ്മുടെ പ്രൈംസ് എന്തായിരുന്നടാ? പ്രൈംസ് 2
3, 5, 7, 9 9 ഇല്ല 11 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് നമ്മുടെ പ്രൈംസ് അല്ലേ. പ്രൈംസ് അതാണ്. ഞാൻ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ദേ ആർ ഹാവിങ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പം എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി യുണീക്ക്. ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റേഷൻ വിൽ ബി യുണീക്ക് apart from the order in which the prime factors occur. നമ്മൾ ഓർഡർ നോക്കാതെ ഇപ്പോൾ 2 into 1 എഴുതുന്നതിനെ എനിക്ക് 1 into 2 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം കിട്ടിയെന്ന് പറയുന്നില്ലേ, രണ്ട് റെപ്രസെൻറ്റേഷൻ എനിക്ക് കിട്ടി. പക്ഷേ ഇത് ഒരേ നമ്പേഴ്സിനെ തന്നെ ഞാൻ മറിച്ചും തിരിച്ചും എഴുതിയതല്ലേ, അങ്ങനെ പാടില്ല. ഒരേ നമ്പേഴ്സ് വരുന്ന ഒറ്റൊരു എക്സ്പ്രഷനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഒരു കോമ്പോസിറ്റ് നമ്പറിനെ ഒരു പ്രൈം ഫാക്ടറൈസേഷനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ നേരം ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നു. എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ? ഓക്കെ, ഒന്നുമില്ല മക്കളെ, ഏതൊരു നമ്പർ നമ്മൾ നമ്പേഴ്സിനെ പ്രൈമിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുന്ന പരിപാടിയാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവാണ്. ഈ ഒരു ഓർഡറിൽ നമുക്ക് ആദ്യം 2 കൊണ്ട് തന്നെ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 പറ്റിയില്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ പ്രൈംസിനെ കൊണ്ട് എന്ത് ചെയ്യുക, നമ്പറിനെ ഡിവൈഡ് ചെയ്ത് പോവുക. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഞാൻ 36 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുന്നു. 36 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ പ്രൈം 2 ആണെങ്കിൽ 2 എനിക്ക് പോകും. 2 36 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എനിക്കിത് 18 എന്ന് കിട്ടുന്നു. നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. താഴോട്ടാക്കി എഴുതി പോവുക. ആൻഡ് ഇതിനെ വീണ്ടും എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അത് 9 ആണ്. ആൻഡ് ഇത് വീണ്ടും 9 എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ അവിടെ അപ്പം അടുത്ത പ്രൈം എടുക്കുന്നു. അടുത്ത പ്രൈം എത്രയാണ്? 3 ആണ്. ഓക്കെ, 3 വന്നു. ആൻഡ് 3 9ൽ എത്ര തവണ പോകും? 3 തവണ പോകും. സോ 2 into 2 into 3 into 3 എത്രയാടാ? 36 അല്ലേ വരിക. 2 into 2 4 ആണ്. 4 into 3 എത്രയാണ്? 4 into 3 12 ആണ്. 12 into 3 വരുന്ന സമയത്ത് അത് 6 ആണ്. അപ്പോൾ എനിക്ക് 36നെ എങ്ങനെ എഴുതാം? 2 into 2 into 3 into 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതപ്പം 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. ആൻഡ് ഈ 2 into 2 എന്താണ്? 2 into 2 എന്ന് പറയുന്നത് എന്താ? 2 സ്ക്വയർ അല്ലേ. 2 നമ്പേഴ്സുകൾ ഒരേപോലെ, 2 നമ്പറുകൾ ഇങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടിയാണെന്ത്? പവർ വരുന്നത് അല്ലേ. 2 into 2 വന്നാൽ അത് 2 സ്ക്വയർ, 2 into 2 into 2 വന്നാൽ അത് 2 ക്യൂബ്, അങ്ങനെ പോകും. അപ്പോൾ എനിക്കിതിനെ 2 സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ 3 into 3നെ 3 സ്ക്വയർ എന്ന് എഴുതാം. സോ ഫൈനലി നമ്മളെ 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2 സ്ക്വയർ into 3 സ്ക്വയർ എന്നാണ്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതാ അടുത്തൊരു ചോദ്യം നോക്കിക്കോ. 84 എന്ന് പറയുന്ന ഒരു നമ്പർ, 84 എന്ന് പറയുന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യാൻ പോവുക. പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 84ൽ എത്ര തവണ 2 പോകും? 42 അല്ലേ. 42. ആൻഡ് ഇതിനെ വീണ്ടും 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ൽ 2 തവണ പോയി. ആൻഡ് 2ൽ 1. സോ 21ൽ ഇനി വീണ്ടും 2 പോകും. ചെക്ക് ചെയ്യാം. 21ൽ 2 പോവില്ലല്ലോ അല്ലേ. 2 പോവില്ല, കാരണം 21 ഒരു ഈവൻ നമ്പർ അല്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താടാ? ഈവൻ നമ്പേഴ്സ് ആണ്. സോ 21ൽ എനിക്ക് 2 പോവില്ല. ഞാൻ അടുത്ത നമ്പർ ട്രൈ ചെയ്യുന്നു. അടുത്ത പ്രൈം നമ്പർ ട്രൈ ചെയ്യണം. അത് 3 ആണ്. 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ 3ൽ 21ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര വരും? 3 into 7 അല്ലേ 21. സോ എനിക്ക് 84 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ എഴുതാം? 2 into 2 into 3 into 7 അല്ലേ. ഞാൻ ഇവിടെ റിപ്പീറ്റഡ് നമ്പർ വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പവർ ആക്കി എഴുതുന്നു. 84 ഈക്വൽ ടു 2 സ്ക്വയർ അല്ലേ. 2 into 2 ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 2 into 2 വരുന്ന സമയത്ത് അത് 2 സ്ക്വയർ into 3 into 7. അപ്പോൾ ഇതാണ് എൻ്റെ 84ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതാ ഒന്നുകൂടി ഒരു നമ്പർ കൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. 256 അഥവാ 256നെ ഞാൻ വീണ്ടും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ്. മക്കളെ, നമ്മൾ പ്രൈംസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ എനിക്ക് 2ൽ സ്റ്റാർട്ട് ചെയ്യണം. 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് 2ൽ സ്റ്റാർട്ട് ചെയ്യുക. 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. സോ 256 ഒരു ഈവൻ നമ്പറാണ്. സോ എനിക്ക് അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് വരുന്നത് 128 ആണല്ലോ. 128 into 2 ആണ് 256. എനിക്ക് ഇതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് കിട്ടും? 128. 6 12ൽ 6 ആണ്. 8ൽ 4 ആണ്. 64. ആൻഡ് വീണ്ടും 6ൽ 3, 4ൽ 2. ആൻഡ് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എത്രയാണ്? 16 ആണല്ലേ. 16ൽ വീണ്ടും എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എത്രയാണ്? 8 ആണ്. 8നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 4 ആൻഡ് ലാസ്റ്റ്ലി 2. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്.
അതിന് ഇവിടെ എത്ര 2 വന്നു? 256-നെ 256-നെ എനിക്ക് 2 × 2 × 2 × 2 × 2 × 2 × 2 × 2. എത്ര 2s ആണ് ഇവിടെ വന്നിട്ടുള്ളത്? 8 അല്ലേ? 1 2 3 4 5 6 7 8 8 2s ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 കൂടിപ്പോയോ? 1 2 3 4 5 6 7 8 ആണല്ലോ. ആൻഡ് ഇതിനെ എനിക്ക് പവർ ആക്കി എഴുതാം. 8 തവണ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, റിപ്പീറ്റ് ചെയ്ത് രണ്ടിനെ തന്നെ 8 തവണ മൾട്ടിപ്ലൈ ചെയ്തു. സോ 2⁸ ആണ് എന്ത്? 256. ഓക്കെ, കൂടുതൽ എക്സാമ്പിളുകൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ആൻഡ് നമ്മൾ കോൺസെപ്റ്റുകളാണ് ഇപ്പം മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് എന്താണ് പറഞ്ഞത്? എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം. നമുക്ക് പ്രൈമിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഏതൊരു നമ്പറിനെയും എന്ത് ചെയ്താം? റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ഇൻ എ യുണീക്ക് വേ. അതൊരു യുണീക്ക് വേയിലേ എഴുതാൻ പറ്റുള്ളൂ, അപ്പാർട്ട് ഫ്രം നമ്മൾ ഓർഡർ കൺസിഡർ ചെയ്യാത്ത സമയത്ത്. ഓർഡർ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, തിരിച്ചു മറിച്ചും അങ്ങനെ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് യുണീക്ക് വേ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ മനസ്സിലായല്ലോ. ആൻഡ് അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. LCM ആൻഡ് HCF. എന്താണ് LCM ആൻഡ് HCF? ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? LCM ആൻഡ് HCF ആണ്. എന്താണ് ഈ LCM ആൻഡ് HCF? ഒബ്വിയസ്ലി ഇതൊരു ഷോർട്ട് ഫോം ആണെന്ന് നിങ്ങൾക്കറിയാം. LCM ആൻഡ് HCF. LCM എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ കോമൺ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് എന്ത്? ഒരു നമ്പറിനെ കുറിച്ച് പറയുന്ന കാര്യമല്ല ഇത്. കോമൺ ആയിട്ട് 2 ആക്കുണ്ട് അല്ലെ 3 ആക്കുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത്, കോമൺ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഒന്നിൽ കൂടുതൽ നമ്പേഴ്സിന് പറ്റിയിട്ടാണ് എന്ത്? LCM ഉം HCF ഒക്കെ വരുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ആൻഡ് HCF എന്ന് വെച്ചാൽ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് കേട്ടോ. എന്താണ്? കോമൺ ഫാക്ടർ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആൻഡ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. LCM ആൻഡ് HCF. ഓക്കെ, സോ ഞാനിതൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സാമ്പിൾ നോക്കിക്കോ. ഞാൻ 60 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു ആൻഡ് 20 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. ഓക്കെ, ആൻഡ് 16 എനിക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. LCM ആൻഡ് HCF എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 60യുടെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാടാ? നമ്മൾ 2ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 2ൽ തുടങ്ങി 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30 ആണ്. 30നെ വീണ്ടും 2 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം. 15 ആണ് വന്നത്. 15 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് കാരണം എന്താ? അതൊരു ഈവൻ നമ്പർ ആണ്. 15 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്ക് 15 ഇല്ല. സോ എനിക്കിതിനെ 3ൽ പറ്റുന്നുണ്ട് അല്ലേ? 3 × 5 ആണെന്ത്? നമ്മുടെ 15 വരുന്നത്. സോ 16നെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ആക്കി എഴുതാം? 2 × 2 × 3 × 5 എന്ന് എഴുതാം. ആൻഡ് 2 × 2 ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ 2² എന്ന് എഴുതാണ്. 2² × 3 × 5. ഓക്കെ, ആൻഡ് 20നെ നമ്മൾ വീണ്ടും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ്. 20നെ ചെയ്യുന്ന സമയത്ത് 2 10 വരുന്നു. ആൻഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് വീണ്ടും 5 വന്നു അല്ലേ? ആൻഡ് 5 പ്രൈം നമ്പർ ആണല്ലോ. 5 ഒരു പ്രൈം നമ്പറാണ്. അതിന് പ്രൈം ഫാക്ടറൈസേഷൻ ഇനി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ പ്രൈം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തോളാം. 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. അതിന് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് 20നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 5 എന്ന് എഴുതാം. ആൻഡ് വീണ്ടും ഞാനിതിനെ 2² × 5 എന്ന് എഴുതാണ്. ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഡൗട്ട്സ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ 16ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത് 2² × 3 × 5 ആണ്. ആൻഡ് 20യുടെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത് 2² × 5 എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ LCM ഇതിൻ്റെ അകത്ത് നിന്ന് LCM എഴുതാൻ പോവുകയാണ്. LCM നിങ്ങൾ പറയും എന്ത്? LCM എന്താണ്? HCF എന്താണെന്ന് നോക്കിക്കോ. LCM, ഞാൻ ഇതിൽ വരുന്ന എല്ലാ പ്രൈമുകളും 60ൽ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 20ലും 2 ഉണ്ട്, 5 ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് പ്രൈംസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 2ഉം 3ഉം 5 ആണല്ലോ ഉള്ളത്. ഞാൻ 2നെയും 3നെയും അങ്ങനെ ഗുണിച്ച് വെക്കുകയാണ്. 2 × 3 × 5 എന്ന് എഴുതി വെക്കുന്നു. ആൻഡ് HCFനെയും ഞാൻ എങ്ങനെ ചെയ്യുന്നു? 2 × 3 × 5 എന്ന് വരുന്നു. ആൻഡ് ഇവിടെയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. LCMൽ ഞാൻ എഴുതാൻ പോകുന്നത് 2² 3 × 3⁻1 × 5⁻1. ഓക്കെ, അങ്ങനെ എഴുതുന്നു. ആൻഡ് HCFന് ഞാൻ എഴുതാൻ പോകുന്നത് 2² × 3050 എന്നാണ്. ഓക്കെ,
ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ കമ്പയർ ചെയ്യുക 16ൻ്റെയും 2ൻ്റെയും എന്ത് പ്രൈം ഫാക്ടറൈസേഷന് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ 2² ഇവിടെയുള്ള ഈ 2² രണ്ടിലും 2² ഉണ്ട്, ഞാൻ അതുകൊണ്ട് 2² എഴുതി. ആൻഡ് ഇവിടെ എനിക്കൊരു 3 കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ആൻഡ് ഇവിടെ ഒരു 5 കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 3⁻1 × 5⁻1 എന്ന് എഴുതി. ഓക്കെ, പക്ഷേ HCF ഞാൻ 3⁻1ഉം 5⁻1ഉം എഴുതിയില്ല, 3⁻0 × 5⁻0 എന്നാണല്ലോ എഴുതിയത്. ഓക്കെ, എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. LCM എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി വെച്ചതിൽ ഹയസ്റ്റ് പവേഴ്സ് വരുന്ന നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ എല്ലാ നമ്പേഴ്സും ഇവിടെ വരുന്ന 2² കൺസിഡർ ചെയ്യണം, 3 കൺസിഡർ ചെയ്യണം, 5 കൺസിഡർ ചെയ്യണം, ഈ 5 കൺസിഡർ ചെയ്യണം, ഈ 2² കൺസിഡർ ചെയ്യണം. നമ്മൾ എന്താ കാണുന്നത്? LCM ഓഫ് 60 and 20, 60യുടെയും 20യുടെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് കാണുന്നത്. ഓക്കെ, 60ലും 2ലും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന 16നെയും 2നെയും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഹയസ്റ്റ് പവറുകൾ വരുന്ന നമ്പേഴ്സ് ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ്. 2² വന്നു, രണ്ടിലും കോമൺ ആണ്, ഞാൻ 2² അങ്ങ് എടുത്തു. ഇവിടെ 3 ഇല്ല, പക്ഷേ 3 അപ്പുറത്തുണ്ട്, 60ലുണ്ട്. 20ൽ 3 പ്രസന്റ് അല്ല, പക്ഷേ 60ലുണ്ട്, എന്നാലും ഞാൻ 3നെ എടുക്കുകയാണ്. ആൻഡ് 5 രണ്ടിലും കോമൺ ആണ്, അതുകൊണ്ട് ഞാൻ 5നെ എടുക്കുന്നു. ഓക്കെ, ആൻഡ് HCFൻ്റെ കേസിൽ നമ്മൾ എടുക്കേണ്ടത് ലീസ്റ്റ് പവർ വരുന്ന നമ്പേഴ്സുകളാണ്. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഹയസ്റ്റ് പവറുകളാണ്. ഓക്കെ, ഹയസ്റ്റ് പവറുകളാണെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുന്നു? ലീസ്റ്റ് പവറുകൾ എടുക്കുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് വേയിൽ ചിന്തിക്കാം. LCMൻ്റെ സ്ഥാനത്ത് നമ്മൾ ഹയസ്റ്റ് പവറുകൾ വരുന്ന നമ്പേഴ്സ് എടുക്കുന്നു. 2², 3, 5. ആൻഡ് HCF കാണാൻ വേണ്ടിയിട്ട് 2² എടുത്തു. ആൻഡ് ഇവിടെ എനിക്ക് 3 ഇല്ല ഇല്ലേ, 20ൽ 3 പ്രസന്റ് അല്ല, അതായത് 3⁻0 പവറിലാണ് 3 കിടക്കുന്നത്, 3 തീരെ ഇല്ല, അപ്പോൾ 0 എന്ന് എഴുതി. ആൻഡ് HCFനെ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 5⁻0 അല്ല, രണ്ടിലും 5 ഉണ്ടല്ലോ, രണ്ടിൽ 5 കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ 5⁻1 എന്ന് എടുത്തു. ഓക്കെ, സോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ഹയസ്റ്റ് പവർ വരുന്ന പ്രൈം നമ്പേഴ്സ് എടുക്കുക, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് ലീസ്റ്റ് പവർ വരുന്ന നമ്പേഴ്സ് എടുക്കുക. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2² × 3 × 5, 3 × 5 എത്രയാടാ? 15 ആണ്. 15 × 2² എത്രയാടാ? 4 ആണ്. 4 × 3 × 5 എത്രയാണ് വരുന്നത്? 60 തന്നെയാണ് അല്ലേ. ആൻഡ് 2² × 3⁻0 എന്ന് വെച്ചാൽ 1 ആണ്. ഏത് നമ്പറിൻ്റെയും 0 പവർ എടുത്തു കഴിഞ്ഞാൽ 2⁻01 ആണ്, 3⁻01 ആണ്. അതായത് 0 പവർ നമ്മൾ ആ നമ്പറിനെ എടുക്കുന്നേ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. 1 ആണ്. ആൻഡ് 5⁻0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ 2² 4 × 5 1 ഉണ്ട്, അപ്പോൾ 5 ഒരു തവണ × 5, 4 × 5 20 ആണ് എന്ത് വരുന്നത്? HCF വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. LCMഉം HCFഉം ക്ലിയർ ആണ്. ആൻഡ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. എന്താണ് HCF, എന്താണ് LCM? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HCF ആണ് എന്ത്? പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന സ്മോളസ്റ്റ് പവർ എടുക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സ്മോളസ്റ്റ് പവർ എടുക്കുക. ആൻഡ് LCM എന്ന് പറയുന്ന സമയത്ത് എന്താണ്? LCM എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ നമ്പേഴ്സ് ആണ്. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്റസ്റ്റ് പവർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആൻഡ് അതിലൊരു എക്സാമ്പിൾ, ഒറ്റ എക്സാമ്പിളോട് കൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. നോക്കാം. ഞാൻ 20 and 6 എടുക്കുകയാണ്. എൻ്റെ നമ്പർ 20 and 6 ആണ് ഞാൻ എടുക്കുന്നത്. ആൻഡ് LCMഉം HCFും ആണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? LCM ആൻഡ് HCF കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 20ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2. 10 വന്നു. 10നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 5 ആണ്. സോ 20 എന്ന് പറയുന്നത് എന്താണ്? 20 = 2 × 2 × 5 ആണ് അല്ലേ, അതായത് 2² × 5. ഓക്കെ, ആൻഡ് അടുത്തത് 6 ആണ്. 6ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 3 അല്ലേ, 2 എടുത്തു കഴിഞ്ഞാൽ 3. 2 × 3 എന്ന് പറയുന്ന നമ്പേഴ്സാണ് പ്രൈം ആയിട്ട് വരുന്നുള്ളൂ 6ൽ. സോ 6നെ 2 × 3 എന്ന് എഴുതി. ഓക്കെ,
അപ്പോൾ നമുക്ക് ആവശ്യം എന്താ 20 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 5 ആൻഡ് 6 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 3. ഈ രണ്ട് കാര്യം വെച്ചിട്ടാണ് നമ്മൾ LCM HCF കാണുന്നത്. LCM എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എഴുതി വെച്ചിട്ടുള്ള പ്രൈം ഫാക്ടറൈസേഷനിൽ ഹയസ്റ്റ് പവർ വരുന്ന നമ്പറുകൾ എടുക്കുക. ഹയസ്റ്റ് പവർ വരുന്ന നമ്പർ അല്ല, ഹയസ്റ്റ് പവറോട് കൂടിയ ആ നമ്പർ അങ്ങോട്ട് എടുക്കണം. ഇവിടെ ഹയസ്റ്റ് പവർ വരുന്നത് 2 സ്ക്വയർ ഉണ്ട് ആൻഡ് ഇവിടെ 5 പ്രസന്റ് ആണ് ആൻഡ് 3യും ഇവിടെ പ്രസന്റ് ആണ് അല്ലേ. അപ്പം പ്രസന്റ് ആയിട്ടുള്ള നമ്പറുകളിലെ മാക്സിമം വലുത് വരുന്ന എല്ലാ നമ്പേഴ്സും അങ്ങോട്ട് എടുക്കുക. അപ്പോൾ 2 സ്ക്വയർ എനിക്കിവിടെ കിട്ടി ഇൻറ്റു 5 ഇൻറ്റു 3. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്താ വേറൊരു തരത്തിൽ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ഇതിൽ വരുന്ന എല്ലാ പ്രൈംസും അങ്ങോട്ട് എഴുതി വെക്കുക. ഇവിടെ 2 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. മൊത്തത്തിൽ വരുന്ന പ്രൈംസ് ആണ് എഴുതി വെക്കേണ്ടത്. 2 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് എഴുതി വെച്ചു ഞാൻ. ആൻഡ് ഇവിടെയും 2ന് ഏതിലാണ് പവർ കൂടുതൽ? 2 സ്ക്വയർ ആണോ 2⁻1 ആണോ? 2 എന്ന് വെച്ചാൽ 2⁻1 ആണ് കേട്ടോ. അപ്പോൾ 2 സ്ക്വയർ ആണോ 2 ആണോ വലുത്? 2 സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ 2 സ്ക്വയർ എടുക്കുന്നു. ഇവിടെ 5 ഉണ്ട്, 20ൽ 5 ഉണ്ട്, 6ൽ 5 ഇല്ല. 6ൽ 5 ഇല്ല. അപ്പം ഞാൻ ഏതെടുക്കണം? 6ൽ 5 ഉണ്ട്, 6ൽ 5 ഇല്ല. അപ്പം ഞാൻ 5ന് ഉള്ളതല്ല എടുക്കേണ്ടത്. സോ 5 1 എടുത്തു. അതാണല്ലോ ഹയസ്റ്റ് പവർ വരുന്നത്. ഇവിടെ 5⁻0 എന്നുള്ള ഫോർമാറ്റിലാണ് ഉള്ളത്. 5⁻0 എന്ന് വെച്ചാൽ 1 ആണ്. സോ 5⁻1 എന്ന് ഞാൻ എടുക്കുന്നു ഇൻറ്റു 3. ഇവിടെ 3 ഉണ്ട് അല്ലേ, ഇവിടെ 3 ഉണ്ട്, ഒരു 3 കിടക്കുന്നുണ്ട്. പക്ഷേ 20ൽ 3 ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഹയസ്റ്റ് പവർ ഉള്ളത് അങ്ങോട്ട് എടുക്കുന്നു. സോ 3 എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ് വരിക? 4 ഇൻറ്റു 5 ഇൻറ്റു 3 എത്ര വരും? 4 ഇൻറ്റു 5 20 ആണ്. 20 ഇൻറ്റു 3 60 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 20 ഇൻറ്റു 3 വരുന്നത് 60 ആണ്. അപ്പോൾ നമ്മുടെ LCM വന്നത് 60 ആണ്. HCF എന്താണെന്ന് നോക്കുക. നമ്മൾ വീണ്ടും 2 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് എഴുതി വെക്കാം. ഇതിൽ വരുന്ന എല്ലാ പ്രൈംസിനെയും എഴുതി വെക്കാം. പ്രൈംസിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കാം. ആൻഡ് ഇവിടെ വരുന്നതിൽ ലീസ്റ്റ് പവർ എടുക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് ലീസ്റ്റ് പവർ എടുക്കുക. 2 സ്ക്വയർ ആണോ 2⁻1 ആണോ വലുത്? 2⁻1 ആണല്ലോ. അപ്പോൾ ഒരു 2 ആൻഡ് ഇൻറ്റു 5⁻1 ഉണ്ട് ഇവിടെ. ഇവിടെ 5 ഇല്ല, അതായത് 0 പവറിലാണ് കിടക്കുന്നത്. അപ്പോൾ ലീസ്റ്റ് പവർ ഏതാ? 0 ആണ്. ആൻഡ് ഇൻറ്റു 3 എടുക്കുന്ന സമയത്ത് 20ൽ 3 പ്രസന്റ് അല്ല, അവിടെ 3⁻0 ആണ്. ആൻഡ് 6ൽ 3 ഉണ്ട്, പക്ഷെ ഞാൻ 3⁻0 എടുക്കണം. കാരണം എന്താ? HCF എന്ന് പറയുന്ന സമയത്ത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് പവറുള്ള പ്രൈംസ് ആണ് എടുക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് 2 ഇൻറ്റു 5 0 ആണ് ആൻഡ് ഇൻറ്റു 3 വരുന്ന സമയത്ത് അവിടെയും 0 ആണ്. അപ്പം 2 മാത്രമാണ് എന്ത് വരുന്നത്? HCF വരുന്നത്. LCM ഓഫ് 20 ആൻഡ് 6 ഇങ്ങനെയാണ് എഴുതാട്ടോ. LCM ഓഫ് 20 ആൻഡ് 6 വരുന്നത് 16 ആണ്. ആൻഡ് HCF ഓഫ് 20 ആൻഡ് 6 വരുന്നത് എന്താണ്? 2 ആണ്. ക്ലിയർ ആണോ? കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ അടുത്ത വീഡിയോകളിൽ ചെയ്യുന്നതാണ്. ആൻഡ് കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് കൂടാതെ LCM ആൻഡ് HCF എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് നോട്ട്സ് ഉണ്ട്. നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നോട്ട്സ് ആയിട്ട് പറയാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് LCM HCFും തമ്മിലുള്ള കുറച്ച് കണക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് നമ്പേഴ്സ് AB എടുത്തു കഴിഞ്ഞാൽ LCM ഓഫ് ABയും ഇൻറ്റു HCF ഓഫ് AB എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? A ഇൻറ്റു Bക്ക് ഈക്വൽ ആയിരിക്കും. LCMും HCFും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പേഴ്സിൻ്റെ LCMും HCFും ആണ് കാണുന്നത്? ആ നമ്പറിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? LCM ഓഫ് AB ഇൻറ്റു HCF ഓഫ് AB എന്താണ്? A ഇൻറ്റു B തന്നെയാണ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ പോയിന്റ്, HCF ഈസ് ഓൾവേസ് എ ഫാക്ടർ ഓഫ് LCM. LCMന്റെ ഒരു ഫാക്ടർ ആയിരിക്കും HCF. അല്ലെങ്കിൽ മറിച്ച് എങ്ങനെ പറയാം നമുക്ക്? LCM ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് HCF. അതായത് ഒന്നുമില്ല, LCMനെ നമുക്ക് HCF കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിത് അവിടെ LCM ഓഫ് 20 ആൻഡ് 6 നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 60 ആണ് അല്ലേ. ഞാനിതാ ഇതൊന്നും ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, LCM ഓഫ് 20 ആൻഡ് 60 വന്നത് 20ൻ്റെയും 6ൻ്റെയും LCM വന്നത് 60 ആണ്. HCFൻ്റെത് 2 ആണ് വന്നിട്ടുള്ളത് അല്ലേ. ആൻഡ് ഇവിടെ നമ്മൾ
നോട്ട്സ് എന്താണ് പറഞ്ഞത്? LCM ഇൻറ്റു HCF ഓഫ് AB വരുന്നത് A ഇൻറ്റു B തന്നെയാണ്. ഓക്കെ, ഞാനിതാ ചെയ്ത് നോക്കുകയാണ്. LCM ഇൻറ്റു HCF 60 ഇൻറ്റു 2 അല്ലേ, ഇതാണ് എൻ്റെ LCM, ഇതാണ് എൻ്റെ HCF. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് 120 എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ആൻഡ് A ഇൻറ്റു B എന്താണ്? A ഇൻറ്റു B, ഇവിടെ എയും ബിയും എന്താണ്? 20 ഇൻറ്റു 6 ആണ്. 20 ഇൻറ്റു 6 എടുക്കുന്ന സമയത്തും എത്രയാണ് വരുന്നത്? 120 തന്നെയാണല്ലോ. ഇത് രണ്ടും ഈക്വൽ അല്ലേ. സോ അത് പ്രൂവ്ഡ് ആണ്. LCM ഇൻറ്റു HCF വരുന്നത് എന്താണ്? നമ്പേഴ്സിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി HCF ഈസ് ഓൾവേസ് എ ഫാക്ടർ ഓഫ് LCM എന്നാണ് പറഞ്ഞത്. അതായത് HCF എന്ത് ചെയ്യും? HCFനെ കൊണ്ട് നമുക്ക് LCMനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും LCMനെ നമുക്ക് HCFനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ LCM ഇവിടെ എത്ര കിട്ടിയത്? 60 ആണ്. 60 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. LCMനെ HCF കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് LCMന്റെ ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് 60നെ നമുക്ക് 2 ഇൻറ്റു 30 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2 എന്ന് പറയുന്നത് 60യുടെ ഒരു ഫാക്ടർ ആണ്. അതായത് LCMന്റെ ഒരു ഫാക്ടർ ആണ് എന്ത്? HCF. ക്ലിയർ ആണല്ലോ. ഇതോടുകൂടി നിങ്ങൾ LCMന്റെയും HCFന്റെയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി 2 തിയറങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാൻ പോവാണ്. ഓക്കെ, 2 തിയറങ്ങൾ കൂടി മാത്രമാണ് പറയാനുള്ളത്. പക്ഷെ അത് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ഇടുന്നത്. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ എന്തായാലും എല്ലാവരും കാണാം. ആൻഡ് ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ് സൈനിങ് ഓഫ്. Goodbye.